ഒരു വലിയ സ്വപ്നം, ഒരു പുതിയ തുടക്കം. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയന്നൂർ ബ്ലോക്ക് എക്സ് സർവീസ് മെൻ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട്. ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം. കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ്ണ പണയ വായ്പയും. മരുന്നുകൾക്ക് 18% വരെ വിലക്കുറവുള്ള സൈനിക് നീതി മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ PJ പോൾസൺ സ്മാരക വിമുക്ത ഭടഭവൻ, തോന്നൂർക്കര. പഴമ്പാലക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു. 65 വർഷത്തെ സേവനവും ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് പദവിയും യോഗം വിലയിരുത്തി. MM ബക്കർ അധ്യക്ഷനായി. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ തരൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പഴമ്പാലക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ 2025 വാർഷിക പൊതുയോഗം പഴമ്പാലക്കോട് അയ്യപ്പ സേവാ സംഘം ഹാളിൽ വെച്ച് നടന്നു. ബാങ്കിന്റെ 65 വർഷത്തെ ചരിത്രവും ജനങ്ങളുടെ സേവനക്ഷേമ സാമ്പത്തിക കാര്യങ്ങളിലെ ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി. കഴിഞ്ഞ 7 വർഷമായി സർക്കാരിന്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ബാങ്ക് ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് പദവിയിൽ തുടരുന്നതിലുള്ള നേട്ടം പൊതുയോഗം എടുത്തു പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് MM ബക്കർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് R ഐശ്വര്യ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡയറക്ടർ K ശശി, വൈസ് പ്രസിഡന്റ് C മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഡയറക്ടർമാരായ C അരുണാചലൻ, TK ദാമോദരൻകുട്ടി, ഗീതു, മിനി, NK നന്ദനവർമ്മ, K പ്രേമകുമാരി, പ്രസന്ന, ഷാജഹാൻ, R സുനിൽകുമാർ, C വിജയൻ, VG വിജയകുമാർ എന്നിവരും പൊതുയോഗത്തിൽ സന്നിഹിതരായിരുന്നു. രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ മേഖല ദേശീയ പ്രസ്ഥാനത്തെ കാലത്ത് ആരംഭിച്ച സാധാരണ മനുഷ്യരെ, കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട സഹകരണ പ്രസ്ഥാനം ഇന്ന് പടർന്നു പന്തലിച്ച് എല്ലാ മേഖലയിലേക്കും കടന്നു ചെന്നിരിക്കുകയാണ്. സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓരോന്ന് എടുത്തു പറയാൻ തുടങ്ങിയാൽ 1, 2, 3 എന്ന് പറഞ്ഞ ഒരുപാട് പറയാറുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കി ഇങ്ങനെ പറയാം, പ്രഭാതത്തിൽ ഉണർന്ന മുതൽ രാത്രിയുടെ യാമങ്ങളിൽ സുഷുപ്തിയിലേക്ക് കാണുന്നവരെ മലയാളിയുമായി ബന്ധപ്പെട്ടതാണ് സഹകരണ മേഖല. മറ്റൊരർത്ഥത്തിൽ ജനനം മുതൽ മരണം വരെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് മലയാളിയുടെ ജീവിതം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് കേരളത്തിലെ 50% മനുഷ്യർ സാമ്പത്തിക ഇടപാട് നടത്തുന്നത് സഹകരണ ബാങ്കുകളിലൂടെയാണെന്ന് RBI. CCV ന്യൂസ്, തിരുവല്ലോമല.